ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനെ ഒരു ഇൻട്രോ നിങ്ങളുടെയൊക്കെ മുമ്പിൽ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ബിക്കോസ് ഈ ചാനൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു 5 വർഷത്തിന് മുകളിലായി. ആ സമയത്ത് എന്റെ കുഞ്ഞിന്റെ ഒരു വീഡിയോ ഇട്ടതല്ലാതെ പിന്നെ ഞാൻ ഇതിലേക്ക് നോക്കിയിട്ടില്ല. എന്തെങ്കിലും വല്ല പ്രയർ കേൾക്കാനോ പാട്ട് കേൾക്കാനോ എന്തെങ്കിലും പുതിയതായിട്ട് സെർച്ച് ചെയ്യാനോ മാത്രമാണ് ഞാൻ യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ റീസെന്റ് ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഈ 2026 ഒരു മാനിഫെസ്റ്റേഷൻ ലിസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എനിക്ക് വ്ളോഗിങ് ചെയ്യണം, ഓൺ വോയിസ് വീഡിയോകൾ ചെയ്യണം, ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യണം. അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. അതെന്താന്ന് വെച്ചാൽ കുറച്ച് ടോക്കറ്റീവ് ആയിട്ടുള്ള ആളാണ്. അത് എന്താ ചെറുപ്പം തുടങ്ങി അങ്ങനെയാണ്. പിന്നെ എന്റെ ജോലി അതായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ബ്രാൻഡായ റോയൽ എൻഫീൽഡിന്റെ ഒരു 9 വർഷത്തോളം നീണ്ട സെയിൽസ് ആൻഡ് സർവീസിലെ ടെലികോളർ ആയിരുന്നു. അപ്പൊ നമുക്കറിയാലോ, നന്നായിട്ട് സംസാരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഈ വ്ളോഗിങ് പലരുടെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അയ്യോ, അങ്ങനെ ചെയ്താൽ എനിക്കും അതിനുള്ളൊരു ഇതുണ്ടോ, 10 പേരുടെ മുമ്പിൽ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഒരു ഒരു കഴിവുണ്ടോ? ഉണ്ട്, പക്ഷേ ഒരു സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യാനായിട്ടൊരു ധൈര്യം വേണമല്ലോ. അതെനിക്കുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്റെ ഇന്നർ മൈൻഡിനോട് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ വർഷം ജനുവരി തൊട്ട് ഞാനതെങ്ങനെ എഴുതി വെച്ചേക്കും, എനിക്ക് വ്ളോഗർ ആവണം, എനിക്ക് കുക്കിംഗ് റീൽസ്, എനിക്ക് ഭയങ്കരമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കാണിക്കണം. ഒരു എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങണം എന്നാണ് എന്റെ. യൂട്യൂബ് അപ്പോഴും എന്റെ മനസ്സിലില്ല. ഇൻസ്റ്റഗ്രാമിൽ ഇടണം തന്നെയായിരുന്നു. അതിനകത്ത് ഞാൻ ആക്റ്റീവാണ്. FB ഇല്ല, ഇൻസ്റ്റയിൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് പിക്ചേഴ്സും റീൽസും ഒക്കെ ഇടുന്ന ആൾ തന്നെയാണ്. അപ്പോ റീസെന്റ് ഞാനൊരു 2 ആഴ്ച മുമ്പ് ഞാനൊരു കുക്കിംഗ് വീഡിയോ അങ്ങ് എടുത്തു. എന്നിട്ട് എഡിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. എന്റെ എന്താ പറയുക, എന്റെ ഏറ്റവും വലിയ ജഡ്ജ് എന്റെ ചേച്ചിയാണ്. പുള്ളിക്കാരത്തി പാസ്സാക്കിയാലാണ് ഞാൻ എവിടെയും അത് പബ്ലിഷ് ചെയ്യുള്ളൂ. പുള്ളിക്കാരത്തിക്ക് കൊടുത്തപ്പോ പറഞ്ഞു, സെറ്റ്, നീ അങ്ങ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടും എനിക്ക് മടി. പിന്നെ എന്റെ സെക്കൻഡ് ജഡ്ജാണ് എന്റെ മോള്. അവളും പറഞ്ഞു, അമ്മ അടിപൊളി, സൂപ്പർ, ഇട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു എന്താ പറയണ, പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം അങ്ങോട്ട് ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തതിന് പുറകെ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ്. എന്ന് കരുതും നിങ്ങളിപ്പോ വിചാരിക്കും 1 മില്യൺ ആയിന്ന്. അതൊന്നുമല്ല, ഇപ്പൊ വരെ ഒരു 1600-1700 പേരെ 1700 പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ കുറെ കമന്റ്സ്, കുറെ നല്ല അഭിപ്രായങ്ങള്, കൂട്ടുകാരികളാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞു. കളിയാക്കി പറഞ്ഞതാണോ എങ്ങനെ പറഞ്ഞതാണെങ്കിലും ഞാൻ അതൊക്കെ കോംപ്ലിമെന്റ് ആയിട്ട് അങ്ങ് എടുത്തു. അപ്പൊ ഞാൻ ഇത് കൊള്ളാലോ, അടിപൊളിയാണല്ലോ, എല്ലാരും പറഞ്ഞപ്പോ നമ്മളിങ്ങനെ ബ്ലഷ് അടിച്ച് അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്നാ അടുത്തതും കൂടി ഉണ്ടാക്കാം. അങ്ങനെ അടുത്തത് തേർഡ് ആയപ്പോഴത്തേന് അതൊരു 3000 വ്യൂസ് വരെ എത്തി. അതെനിക്ക് എന്നെ പോലുള്ള ഒരാൾക്ക് അത് ബിഗ് ഓഡിയൻസ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് 500 പേര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിറ്റോറിയം നിറയും. അപ്പൊ 3000 പേര് എന്റെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോ ഇതങ്ങിട്ട് അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര എന്റെ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോ ചേച്ചിയും മുത്തുമണിയും മോളും മോളുടെ കൂട്ടുകാരികളും അവരൊക്കെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ചാനൽ അങ്ങ് തുടങ്ങാൻ. അപ്പൊ പിന്നെ തുടങ്ങണമെന്ന് എനിക്ക് ഓൾറെഡി ഉണ്ട്, എന്നാ അതിനെ ഒന്ന് പൊടി തട്ടി എടുക്കാം എന്ന് കരുതി എന്റെ കയ്യിലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടു, കുറച്ച് റീൽസും കുറച്ച് പിക്ചേഴ്സും ഒക്കെ ഇട്ടപ്പോ അമ്പടാ, അതിനകത്ത് 600-ഉം 1700-ഉം എന്താ പറയുക 500-ഉം അതിന് മുകളിലൊക്കെ വ്യൂസ് ഒക്കെ ഓരോ വീഡിയോസ്, എല്ലാത്തിനും അല്ല ചിലതിനൊക്കെ കിട്ടുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാ എന്റെ ഒരു ആഗ്രഹമല്ലേ, എന്നാ നമുക്ക് പതിയതായിട്ട് ഒരു ഇൻട്രോ ഒക്കെ കൊടുത്ത് ഞാൻ ഇവിടെ എത്തിയെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയിച്ച് ഒന്ന് തുടങ്ങാന്ന് ഓർത്തു. അതിനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ സ്റ്റിൽ വർക്കിംഗ് ഇറ്റലിയിലാണ്, 2.5 വർഷത്തിന് മുകളിലായി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇറ്റാലിയൻ കുക്കിങ്ങും നമ്മുടെ കേരളീയ വിഭവങ്ങളും പിന്നെ കുറച്ച് ഫണ്ണി ടോക്സും, പിന്നെ ഞാൻ മാസത്തിൽ 1-2 നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകുള്ളൂ. ഫുൾ ഇറ്റാലിയൻ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ എനിക്ക് കുറച്ച് ചങ്ക് കൂട്ടുകാരികളുണ്ട്. അവരുടെ കൂടെയുള്ള ഫണ്ണി ടോക്സും അവരുടെ കൂടെയുള്ള മൊമെന്റ്സും കുറച്ച് പിക്ചേഴ്സും റീൽസും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ചാനലിൽ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവും, ഈ കാണുന്നവരുടെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഞാൻ റീസെന്റ് ഇട്ട വീഡിയോയ്ക്ക് വരെ ഏതോ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വന്ന് ലൈക്ക് ചെയ്തേക്കുന്നു. കമന്റ് ബോക്സ് മൊത്തം എന്റെ ആൾക്കാർ തന്നെയാണ്. അപ്പോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കണും എന്താ ഉള്ളതൊക്കെ തട്ടിപ്പൊട്ടിക്കുക. കൂടുതലൊന്നും അതിനെക്കുറിച്ച് എനിക്ക് പറയാറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് പതിയെ എന്താ പറയണ, നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റിൽ മൊമെന്റേ ഉള്ളൂ. അടുത്തൊരു നിമിഷം നമ്മൾ എങ്ങനെയാന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഉള്ള സമയം നമ്മൾ ഹാപ്പി ആയിട്ട്, എല്ലാവർക്കും സങ്കടങ്ങളും പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിനൊന്നും സോഷ്യൽ മീഡിയയിൽ വഴി കാണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ഹാപ്പി വശം മാത്രം നമുക്ക് കണ്ടാൽ പോരെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഹാപ്പി ആവാം, കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാം, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തരണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും
എന്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണും വരയ്ക്കും എല്ലാവർക്കും സീ യു ഗൈസ്.